ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. അതാ നമ്മുടെ കാലത്തെ പണികൾ തുടങ്ങുകയാണ്. ഇപ്പം നോമ്പായതുകൊണ്ട് കാലത്തെ കുളിച്ച് അടിച്ച് തുടക്കൊക്കെ പണികൾ കഴിഞ്ഞിട്ട് വേണം. ഇപ്പോൾ ചായ വെച്ചു, കട്ടൻ ചായ ഉണ്ട്, പാൽ ചായക്കും. നമുക്ക് ഇഡ്ഡലിയാണ്. അപ്പോൾ ഇഡ്ഡലിക്ക് ഇതാ മാവ് പൊന്തിയൊന്ന് നോക്കിയതാണ്. മാവ് നന്നായി പൊന്തിയിട്ടുണ്ട്. എനിക്ക് ഇഡ്ഡലി സാമ്പാറാണിന്ന്. അതാണ് നമ്മുടെ സാമ്പാറിന് ഉരുളൻകിഴങ്ങും സബോളയും പരിപ്പും പച്ചമുളക്, വേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് മുളക് പൊടിയിട്ട് ചേർത്ത് നമ്മൾ വേവിക്കാൻ വെക്കുകയാണ്. പിന്നെ അത് തക്കാളിയും വെണ്ടയ്ക്കായും ഇതൊക്കെ നമ്മൾ വഴറ്റിയിട്ടാട്ടോ ഞാനിടുക. നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. നല്ല പൂ പോലത്തെ ഇഡ്ഡലി ആട്ടോ. നല്ല സോഫ്റ്റാണ്. ഇതാ നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ട് കുട്ടന്മാരൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ അടുപ്പത്താണ്. ഇഡ്ഡലി ഒരു തട്ടോടെ വെച്ചേക്കുക. അപ്പോൾ ഏട്ടന് ഇന്ന് പണിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ്റെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു വിടണം. നമ്മളിതാ അപ്പോൾ തക്കാളിയും വെണ്ടയ്ക്കയും തക്കാളിയും വെണ്ടയ്ക്കയും മുരിങ്ങക്കായും അത് നമ്മൾ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കുക. അതായത് കുക്കറിലിട്ട് കഴിഞ്ഞാൽ ആകെ ഉടയും. അപ്പോൾ അതിലത്തെ ഈ വെണ്ടയ്ക്കായലത്തെ ഒരു ആ ഞോളപ്പൊക്കെ ഒന്ന് മാറി കഴിഞ്ഞാൽ നല്ല ഉടയാണ്ട് അതുപോലെ ഞോള കെട്ടാതെ കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഇത് ഒന്ന് വഴണ്ടി വന്നത് നമ്മൾ അതാ നമ്മൾ അകത്തേക്ക് വെള്ളം പിടിക്കുകയാണ്. നമുക്ക് ജലനിധിയുടെ വെള്ളമാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അകത്തേക്കൊക്കെ ആവശ്യത്തിന് വെള്ളം പിടിക്കും. പുറത്തേക്കൊക്കെ ഉള്ളത് അലക്കാനും ബാത്റൂമൊക്കെ ഉള്ളതൊക്കെ നമ്മൾ മുകളിലെ ടാങ്കിൽ 2-3 ടാങ്ക് അപ്പോൾ അതിൽ പിടിച്ച് വയ്ക്കും. ഇത് നല്ല നമുക്ക് അതെടുക്കാൻ പറ്റും. മൂടി എടുക്കുക. അടുക്കള ആവശ്യത്തിനാണ് നമ്മളിത് പിടിച്ച് വയ്ക്കുന്നത്. അതാണ് നമ്മുടെ സാമ്പാർ കാച്ചാറായി. നമ്മളതിലേക്ക് കടുക് പൊട്ടിച്ച് അതിലേക്ക് വറ്റൽമുളകും ചുവന്നുള്ളി വേപ്പിലയും കൂടി മൂപ്പിക്കുക. അതിലേക്ക് പിന്നെ സാമ്പാർ പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി നമുക്കിത് മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിലേക്ക് പച്ചയ്ക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ച വെണ്ടക്കായും തക്കാളിയും മുരിങ്ങക്കായും ചേർത്തിട്ടുണ്ട്. കൂടാതെ പുളിയും ചേർത്തിട്ടുണ്ട്. ഇത് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിത് മൂപ്പിച്ച മസാല ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡിയായി. നമ്മുടെ സാമ്പാർ റെഡിയായി, ഇഡ്ഡലി റെഡിയായി. പിന്നെ പിള്ളേർക്ക് ദോശ ആണ് കൂടുതലിഷ്ടം. അപ്പോൾ ചിലപ്പോൾ പറയും ദോശ ഉണ്ടാക്കുക. അപ്പോൾ അത് 4 ദോശ അവർക്കൂടെ ഉണ്ടാക്കിയ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഉച്ചയ്ക്ക് സാമ്പാർ തന്നെ ആകും. ഒരു പെരിയായി കഴിഞ്ഞാൽ ഇപ്പോൾ നോമ്പ് ആയതുകൊണ്ട് പച്ചക്കറികൾ തന്നെയാണല്ലോ. അപ്പോൾ ഒരു ഉപ്പേരി ഉണ്ടാക്കണം. ഏട്ടന് ചോറ് കൊണ്ട് പോകാനായിട്ട്. ലച്ചു ബേബി ക്യൂടെക്സ് ഇടാനായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിലേത് ക്യൂടെക്സ് ഇടണമെന്നും പറഞ്ഞിട്ടാണ് ചേട്ടനോട് ചോദിക്കണം. പച്ച വേണോ, മെറൂൺ വേണോ, പിങ്ക് വേണോ എന്ന്. പിങ്ക് ഏത് വേണമെന്ന് ചോദിച്ചിട്ട് പിങ്കാ എന്നാൽ പിങ്ക് ഇട്ടു. അപ്പം ലച്ചുവിൻ്റെ സാധനങ്ങളൊക്കെ കണ്ടോ. അത് കുറേ സാധനങ്ങളുണ്ട്. വാളയൊക്കെ എവിടെ കൊണ്ടേ കളഞ്ഞാ? ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. അതൊക്കെ അതേ ഇപ്പം അമ്മാമ്മ എടുത്ത് വൃത്തിയാക്കുന്നുണ്ട് കളയാന്നും പറഞ്ഞിട്ട്. അവൾക്ക് അതൊന്നും വേണ്ട. മാല ഇതൊന്നും ഇടാൻ അവൾക്ക് ഇഷ്ടമില്ല. ഞാനാണെങ്കിൽ എല്ലാം മേടിച്ച് കൊടുക്കും. അവൾക്ക് അതൊന്നും ഇടാൻ താല്പര്യമില്ല. ഞങ്ങളെ പെങ്ങൾക്ക് ക്യൂടെക്സ് ഇട്ട് കൊടുക്കുകയാണ്. ഏത് കളറാടാ? പിങ്ക്. കാണിച്ചുണ്ണിയെ പിങ്ക് തന്നെയാ. അവന് കൊതിയാത്രേ ക്യൂടെക്സ് ഇട്ട് കൊടുക്കാൻ പെങ്ങൾക്ക്. നന്നായിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. മൊത്തം പരത്താതെ ശ്രദ്ധിച്ചിട്ട് കൊടുക്കും. കണ്ണ് ഇട്ടിട്ട് മൊത്തം പുറത്ത് പോകാന്ന് പറഞ്ഞിട്ട് ലെച്ചൂസ് ക്യൂടെക്സ് ഇട്ടേക്കുകയാണ് കേട്ടോ. നിങ്ങൾ ഇട്ട് കാണിച്ചേ. ഇതിൽ കാണിച്ചേ. ഈ വിരലിലൊന്ന് ഇട്ട് കാണിച്ചേ. പുറത്തേക്ക് പോവാതെ ലെച്ചു തന്നെ ഇട്ടെന്ന് കണ്ടിട്ടെ.
ക്യൂടെക്സ് മേമ ഒരു മിനി കൊണ്ടുവരാൻ പറയും. അതായത് ചൂസ് ഇട്ടതാണിത്. കണ്ണൻ ചേട്ടന് ഇട്ട ക്യൂടെക്സ്. ഇതിപ്പോൾ ഏതാണ് നല്ല ഭംഗിയിലിരിക്കുന്നത് ലച്ചുട്ടിൻ്റെ. ഇതാ നമ്മൾ സോയാബീൻ ഫ്രൈ ചെയ്യാനായിട്ട് സോയാബീൻ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ചേക്കുന്നതാണ്. അതിൻ്റെ വെള്ളം നന്നായി പിഴിഞ്ഞ് മാറ്റി വെച്ചേക്കുന്നതാണ്. അതിലേക്ക് നമ്മൾ സബോള അരിഞ്ഞത്, പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഉപ്പ് കുറച്ചുകൊണ്ട് നമ്മൾ ഈ സബോള ഈ മസാല ചേർക്കുമ്പോൾ അതിന് കുറച്ച് മതി. പിന്നെ കുരുമുളക് പൊടി, ഗരം മസാല, വെളുത്തുള്ളി ചതച്ചത്. അപ്പോൾ ഇത് ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്മി വയ്ക്കുക. ഒരു 10 മിനിറ്റ് തിരുമ്മി വെച്ച ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ പപ്പടം വറുത്തു. കുറച്ച് ഏട്ടന് കൊണ്ടുപോകാനായിട്ടാണ് ഇങ്ങനെ ചെറുതാക്കിയിട്ട്. ആൾക്ക് ഇങ്ങനെ ചെറിയതാക്കി പപ്പടം കയറി വറക്കണതാണ് ഇഷ്ടം. അപ്പം ബാക്കിയുള്ളത് വറുത്ത് വെച്ചു. അപ്പോൾ ആ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മുടെ സോയാബീൻ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ അതാ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഉപ്പേരി ഇല്ല, ഉപ്പേരിക്ക് പകരമാണ് ഞങ്ങളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഉരുളൻകിഴങ്ങിട്ട് കറിയും ആക്കി വെക്കാം. നമുക്ക് ചിക്കൻ കറി, ബീഫ് കറിയൊക്കെ വെക്കണ പോലെ നമുക്ക് വെക്കാം. ഇവിടെ ഇപ്പോൾ ഈ കൂടുതലിപ്പോൾ ഫ്രൈ ആക്കിയിട്ടാണ് ചെയ്യുന്നത്. കുട്ടികൾക്കാണേലും ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഫ്രൈ ആക്കണതാണ്. മറ്റേത് ഞാൻ ചപ്പാത്തിക്ക് ഞാൻ ഉരുളൻകിഴങ്ങും സബോളയിട്ട് കറിയാക്കി ചെയ്യാറുണ്ട്. ഒരു സമക്കനി അങ്ങനെ ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ സോയാബീൻ ഫ്രൈ ആയിട്ടുണ്ട്. നല്ല ചിക്കൻ ഫ്രൈ ചെയ്തതിൻ്റെയൊക്കെ സ്മെല്ല് പോലെ നല്ല സ്മെല്ലാണ് വരുന്നത്. നല്ല മണമുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഏട്ടന് കൊണ്ടുപോകാനുള്ള ഫുഡ് എടുത്ത് വയ്ക്കാം. ചോറ് കൊണ്ട് കൊടുത്ത് തരാം നമുക്ക്. ഇനി നമ്മൾ അടുത്ത തുണികൾ വാഷിംഗ് മെഷീനിലിട്ടിട്ട് പോവാനായിട്ട് അലക്കിയിട്ട് ചോറും കൊണ്ട് പോകാനാണ്. അപ്പോൾ നമ്മൾ വരുമ്പോഴത്തേക്ക് ഇത് അലക്കായിട്ട് കഴിയും. ഇതിൻ്റെ പരിപാടി കഴിയും. അപ്പോൾ നമുക്ക് അലക്കാനുള്ള തുണികൾ ഇട്ടിട്ട് പോവാം. ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ എന്ന് പറയുന്നത്. നമുക്കധികം സ്ഥലങ്ങളൊന്നും ഇല്ലേ, ഉണ്ടോ? നിറച്ച് പാത്രങ്ങളാണ്. പിന്നെ എങ്ങനെ ആക്കിക്കഴിഞ്ഞാലും അധികം സ്ഥലമില്ലാത്തതുകൊണ്ടേ എല്ലായിടത്തൊക്കെ ഒരുവിധം ആക്കി വെച്ചേക്കെ. ഇതൊക്കെ ഞങ്ങൾ വെള്ളമില്ലാതെ വേനൽക്കാലത്തെ സമയത്ത് നമുക്ക് വെള്ളമില്ലാണ്ട് വരുമ്പോൾ ഒക്കെ ഇതിൽ പിടിച്ച് വയ്ക്കും വെള്ളം. അതിനായിട്ട് പാത്രങ്ങളൊക്കെ റെഡിയാക്കി വെച്ചപ്പോൾ ഇനി ഈ പ്രാവശ്യം പിന്നെ അധികം ബുദ്ധിമുട്ട് വന്നില്ല നമുക്ക്. അപ്പോൾ നമുക്ക് അലക്കാനായിട്ട് ഇട്ടിട്ട് ഏട്ടൻ്റെ ലഞ്ച് ബോക്സ് എന്ന് പറയാനായിട്ട് കുറച്ച് ചോറ് എടുത്തിട്ടുള്ളൂ. വായിക്കൊന്നും രുചിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അധികം ചോറ് എടുത്തിട്ടില്ല. അപ്പോൾ അതേ അച്ചാറും ചോറും പപ്പടം, സാമ്പാർ, സോയാബീൻ ഫ്രൈ. പിന്നെ ഇതാണ് ഏട്ടന് ചോറും കൊണ്ട് പോകാൻ ഞങ്ങൾ നോക്കുക. ഞാനും കണ്ണമ്മനും കൂടെയാണ് പോണത്. ലച്ചുവും കണ്ണനും കൂടെ ഇതാ അച്ഛന് ചോറ് കൊടുക്കാനായിട്ട് എൻ്റെ കൂടെ പോരാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ ചോറ് കൊടുത്തിട്ട് വരാം. അപ്പം ഞാനും ലച്ചുവും കണ്ണനും കൂടെ പോകാനായിട്ട് നിൽക്കുകയാണ്. ലച്ചു പാവക്കുട്ടീനെ എടുത്തിട്ടുണ്ട്. ലച്ചുവിൻ്റെ പാവക്കുട്ടീനെ കൊണ്ടാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ പോട്ടെ. ഭയങ്കര മഴക്കാറാണ്. മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. വൈകിട്ട് ഒലിക്കുക ചെയ്യണത്. അപ്പം ഞങ്ങളിത് ചോറും കൊണ്ട് പോയിട്ട് വരാം. വർക്ക്ഷോപ്പിലെത്തി. എന്നിട്ട് പണി നമ്മുടെ സാമ്പാർ ചീര എന്നാലും നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഇത് പരിപ്പിട്ട് വയ്ക്കും. സാമ്പാർ ചീര മണ്ണെടുത്തിട്ടുള്ള സ്ഥലമാണിത്. ഇത് മൊത്തം റബ്ബർ തോട്ടമായിരുന്നു ഇവിടെ. ഇപ്പോൾ നല്ല വെയിലായി. ഇവിടുന്ന് ഈ മരമൊക്കെ മുറിച്ചപ്പോൾ വാഴ കൃഷിയൊക്കെ ആയി. പിന്നെ ഇതാ ഒരു വലിയ മരം കണ്ട, ഒറ്റ മരം മുള. കണ്ണനും ലച്ചുവും എന്തോ നോക്കിക്കണേ. വായി കിടക്ക. ഫിഷാ? എവിടെ ഫിഷ്? മുളങ്കാട് കണ്ടേ കണ്ണൻകുട്ടിയെ?
ചുട്ടിയെ ആ മുളയൊന്നും പൊട്ടിക്കാൻ പറ്റില്ല. തുടങ്ങി റംബൂട്ടാനുണ്ടായി ഇല്ല ഇത് പച്ചയാ, അതിങ്ങനെ പഴുക്കണം. റംബൂട്ടാനുണ്ടായി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ നടന്ന് വരുന്ന വഴിയിൽ കണ്ടതാട്ടോ ദേവിയെ പൂച്ച ചത്തിട്ട് അതിനെ കുഴിച്ചിട്ട്. നല്ല വെയിലാണ് കേട്ടോ നമ്മൾ വരുന്ന വഴിക്ക്, നല്ല വെയിലാണ്. ഇത് കണ്ണനും കുഞ്ഞിലേക്കൊക്കെ വെയിലിട്ട് ആകെ വശം കിട്ടും. ഹായ്, ഇനിയിപ്പോൾ ഞങ്ങൾ വീടെത്താറായി. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ആർസിക്കാരുടെ മാതാവിൻ്റെ ഒരു കൈപ്പേളിയാണ്. ഇത് വേറൊരു കൈപ്പേളിയാണ്. ഇത് യാക്കോബിറ്റിൻ്റെ കൈപ്പേളി. ഇവിടെ ഇപ്പോൾ പെരുന്നാൾ കഴിഞ്ഞ 2 ദിവസം മുന്നേ ആയിരുന്നു ഇവിടെ പെരുന്നാൾ. എൻ്റെ കൂടെ വർക്ക്ഷോപ്പിൽ പോകുന്നതിനുള്ള കാരണം എന്താണെന്ന് കണ്ടോ? ഇത് താനാ കാരണം. അപ്പോൾ വൈകുന്നേരത്തേക്ക് നമ്മുടെ ചായ റെഡിയായി. പിന്നെ അതേപോലെ വിശക്കാന്ന് പറഞ്ഞ് അവിടെ തുടങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടി, ഉപ്പും അതിൽ കുറച്ച് സബോള നനഞ്ഞിട്ട് വെള്ളപ്പച്ചട്ടി കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചിട്ട്, ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ചേർക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഒരു കണ്ട ഈ പരുവത്തിലാക്കിയിട്ട് നമ്മുടെ വെള്ളപ്പച്ചട്ടിയിൽ ആക്കിയാൽ കഴിഞ്ഞാൽ ഇങ്ങനത്തെ ദോശ കിട്ടും. അപ്പോൾ അതാണ് ഇപ്പോൾ കൊടുക്കുന്നത് വൈകുന്നേരത്തേക്ക്. അപ്പോൾ വൈകുന്നേരത്തെ ചായ പരിപാടി കഴിഞ്ഞു.